യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ മനുഷ്യൻ തൻ്റെതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പലതും നേടിയെടുക്കാൻ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നാം ഒക്കെ എത്ര സമയം മാറ്റിവെക്കാറുണ്ട്? ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷെമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ മറ്റക്കര മണ്ണൂർപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവൾ 10ാം ക്ലാസ്സിൽ നന്നായി പഠിച്ചതായിരുന്നു. പരീക്ഷ സമയമായപ്പം കൊച്ചിന് പനിയും, പരീക്ഷ എഴുതാൻ പറ്റാത്ത വിധത്തിൽ പനിയും അസ്വസ്ഥതകളുമായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ വിഷയത്തിനും A+ നൽകി ദൈവം അനുഗ്രഹിച്ചു. യേശുവെ നന്ദി. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഷെമ ഇസ്രായേൽ വചന പ്രോഗ്രാമിലൂടെ ഇന്ന് ദൈവം നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വചനഭാഗം കേൾക്കുകയും അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും ദൈവം നൽകുന്ന കൃപകളും സ്വന്തമാക്കുവാനും ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ വചനം നമ്മുടെ ഹൃദയത്തിലും വചനം നമ്മുടെ ശരീരത്തിലും മാംസമായി ഭവിക്കുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കണമേ. ഞങ്ങളീ കേൾക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. പൗലോസ്ലീഹ ഇത്തരമൊരു കാര്യം പറയുമ്പോഴും പൗലോസ്ലീഹ നമ്മളോട് ചോദിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ച് കടന്നു പോകുന്ന, ഒരുപക്ഷെ കടബാധ്യത എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വേദനിക്കുന്ന, രോഗത്തിൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇനി എന്തെന്ന് ചിന്തിക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് കർത്താവ് പറയുന്ന വചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. പ്രിയമുള്ളവരെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്
പൗലോസ്ലീഹ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക. എന്താണ് സ്നേഹം? പ്രിയപ്പെട്ടവരെ, സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും ഒരു ദൈവിക നന്മയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കും, സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം സ്നേഹമാണ്. ഒരു മനുഷ്യന് എല്ലാം ഉണ്ടായിരിക്കെ അവന് സ്നേഹമില്ലെങ്കിൽ അവനൊന്നുമില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ്. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ കേൾക്കുകയും പറയുകയും നിർവചിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഒരുപക്ഷെ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളുള്ള സ്നേഹം, കമിതാക്കൾ തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അങ്ങനെ പല വിധത്തിലുള്ള സ്നേഹം, മൃഗങ്ങളോടുള്ള സ്നേഹം, പക്ഷികളോടുള്ള സ്നേഹം, അങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നവരാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണം എന്തെന്ന് അറിയാമെങ്കിൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന ഈ സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സ്നേഹം ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട്, സ്നേഹം ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായതുകൊണ്ട് എന്താണ് ദൈവം സ്നേഹത്തിന് കൊടുക്കുന്ന നിർവചനമെന്ന് അറിഞ്ഞാൽ മാത്രമേ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചും നന്മയ്ക്കായിട്ട് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്നും നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹത്തെ ദൈവം എങ്ങനെ നിർവചിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ ഈശോ പഠിപ്പിക്കുന്നതായിട്ട് പറയുന്ന കാര്യമാണ് 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നൽകാൻ തക്കവിധം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹത്തിന് കൊടുക്കുന്ന നിർവചനം എന്ന് പറയുന്നത് ദൈവപുത്രനെ ലോകത്തിന് നൽകി എന്ന ഉദാഹരണവുമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റിവെക്കാതെ ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് നമ്മളിൽ ഒരുവനായി തീർന്നുകൊണ്ട് അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ ശൂന്യനായി തീർന്നു. എന്നിട്ട് കുരിശുമരണം സ്വീകരിച്ചു. അവൻ എല്ലാറ്റിനേക്കാളും എളിമപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് പൂർണ്ണമായി ശൂന്യമാക്കി ലോകത്തിന് നൽകിക്കൊണ്ടാണ്. ശൂന്യനാക്കി കുരിശിൽ നമ്മൾ കാണുന്നതാണ്. പെസഹ വ്യാഴാഴ്ച അപ്പസ്തോലന്മാരുടെയും ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകിക്കൊണ്ട് വെറും സീറോയായി മാറുന്ന, അവരുടെ മുമ്പിൽ ഒരു അടിമയായി മാറുന്ന യേശുവിനെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അന്തസ്സത്ത ഇതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ശൂന്യനായി തീരുവാൻ, ഒന്നുമല്ലാതായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇനി ഈശോയുടെ മുമ്പിലേക്ക് ഒരു നിയമജ്ഞൻ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, ഗുരു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഈശോ കൊടുക്കുന്ന ഉത്തരം ഇതാണ്. പ്രധാനപ്പെട്ട കൽപ്പന ഇതുതന്നെയാണ്, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ആ ഏക കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഗൗരവം നമുക്ക് ഈശോ മനസ്സിലാക്കി തരികയാണ്. എന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിയാലും ദൈവത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാനും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും നീ തീരുമാനമെടുക്കണം. അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി കൊടുക്കാൻ തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പാടുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും ഒരു കാര്യം എൻ്റെ ഉള്ളിലൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. എത്രമാത്രം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാണോ? ആദ്യ മാതാപിതാക്കളുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അവരോട് കൂടെ നടക്കാനിറങ്ങുന്ന സമയമുണ്ടായിരുന്നു. ദൈവം അവരോട് കൂടെ സംസാരിക്കുന്ന സമയമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ദൈവം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയം, അതിനുവേണ്ടി കൊടുക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ്
ദൈവത്തിന് വേണ്ടി സമയമില്ലാതെ അവർ ഒളിച്ചോടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങൾ മാറ്റിവെക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ നമുക്കില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കൊടുക്കാത്ത സ്നേഹം സ്നേഹമായിട്ട് മാറില്ല. 24 മണിക്കൂറിൽ എത്ര സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ദൈവത്തിന് വേണ്ടി നീ എന്തൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഉപേക്ഷ. പ്രിയപ്പെട്ടവരെ, അതാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അവൻ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി. അതാണ് യോഹന്നാൻ ശ്ലീഹ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനം പറയുന്നത്, സ്വജീവൻ നൽകിക്കൊണ്ട് തൻ്റെ ഏകജാതനെ തന്നെ നൽകിക്കൊണ്ട് ദൈവം സ്നേഹിച്ചു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ, ദൈവം തന്നെ പൂർണ്ണമായിട്ടും നൽകുകയാണ്, പൂർണ്ണതയിൽ നൽകുകയാണ്. ആ നൽകിക്കൊണ്ട് ഈ ലോകത്തെ സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റിവെക്കാതെ തൻ്റെ മരണം വരെ സ്വജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി കാഴ്ചവെച്ച സ്നേഹം. ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം എൻ്റെ ചില ഇഷ്ടങ്ങൾ, എൻ്റെ ചില ആഗ്രഹങ്ങൾ ദൈവത്തെ പ്രതി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ട്. വിശുദ്ധരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുക. അവർക്കുമുണ്ടായിരുന്നു ഭൂമിയിലെ സുഖങ്ങളോടും ഭൂമിയിലെ കാര്യങ്ങളോടുമൊക്കെയുള്ള ഇഷ്ടങ്ങളും ആസക്തികളും ഒക്കെ. പക്ഷേ ഈ ഇഷ്ടങ്ങളെയും ആസക്തികളെയും ഒക്കെ അവർ ദൈവസ്നേഹത്തെ പ്രതി മാറ്റിവെക്കുകയാണ്. അതിന് പകരം അവർ ദൈവത്തിന് വേണ്ടി സഹനങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചില ഉപേക്ഷകളുടെയും നോമ്പിൻ്റെയും നോമ്പാചരണത്തിൻ്റെയും ഒക്കെ ഫലം ഇവിടെയാണ് നമ്മൾ കാണുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രതി നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കുമ്പോൾ, എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ഇനി മൂന്നാമത് മറ്റൊരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവൻ സമർപ്പിക്കാൻ തയ്യാറാണ്. ജീവൻ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി മറ്റെല്ലാ ബന്ധങ്ങളെയും ഇഷ്ടങ്ങളെയും ഉപേക്ഷിക്കാൻ, ദൈവമെന്ന ആ സത്യത്തിന് വേണ്ടി, നിത്യസത്യത്തിന് വേണ്ടി എത്രമാത്രം നിൻ്റെ ബന്ധങ്ങളെയും നിൻ്റെ ഇഷ്ടങ്ങളെയും നിൻ്റെ കൂട്ടുകാരെയും നിൻ്റെ കൂട്ടുകെട്ടുകളെയും നിനക്ക് ഈ ലോകവുമായിട്ടുള്ള ബന്ധങ്ങളെയും നീ മാറ്റി നിർത്താൻ തയ്യാറാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരെന്ന് പറയപ്പെടുന്ന 12 പേരെയും, അതിലേറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരെന്ന് പറയുന്ന 3 പേരെയും, അതുപോലെ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ അമ്മയെയും ഒക്കെ ഉപേക്ഷിക്കുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺമുൻപിൽ കടന്നു പോവുകയാണ്. ഹൃദയഭേദകമായ രംഗങ്ങൾ. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യേശു പറയുന്നത്, പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും നിന്നെ തന്നെ സമർപ്പിക്കുക, ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുക. അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു ധ്യാനം കൂടുമ്പോൾ, ഞാൻ വചനം കേൾക്കാൻ പോകുമ്പോൾ, ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ, ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ എന്തോ വലിയ കാര്യമായിട്ടാണ്, എന്തോ ആർക്കോ വേണ്ടി വലിയ കാര്യം ചെയ്തതുപോലെയാണ് ചിലരൊക്കെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ അത് വലിയ കാര്യമൊന്നുമല്ല. എൻ്റെയും നിങ്ങളുടെയും കടമയാണത്. ആ കടമ നമ്മൾ തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കടമ തീർക്കാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലയില്ലാത്ത പ്രാർത്ഥനകളാണ്. കടമ തീർക്കാൻ വേണ്ടി മാത്രമുള്ള പ്രവൃത്തികൾ, നോമ്പാചരണം, കടമ തീർക്കാൻ വേണ്ടി മാത്രമുള്ള വിശുദ്ധ ബലിയർപ്പണം, അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത കാര്യമാണ്. എത്രമാത്രം നീ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളും വേദനകളും സങ്കടങ്ങളും ഏറ്റെടുക്കുന്നു, അതാണ് ദൈവസ്നേഹത്തിൻ്റെ ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അളവുകോല്. ദൈവം അതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിച്ചതുപോലെ ഏതെങ്കിലും ഒരളവെങ്കിലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അനുഗ്രഹങ്ങൾ. അവർക്ക് നന്മയായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം പൗലോസ് ശ്ലീഹ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ആളാണോ? ആരുമായിക്കോട്ടെ, നീ ഒരു ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുമായിക്കോട്ടെ, നീ ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നീ ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ആൾ തന്നെയാണ്. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം 1:26-27 വചനങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ദൈവം ഒരു തീരുമാനമെടുക്കുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര,
നിനക്ക് മനുഷ്യൻ്റെ രൂപമാണെങ്കിൽ, നിൻ്റെ രൂപം നിൻ്റെ സഹോദരൻ്റെ രൂപത്തിന് സമാനമാണെങ്കിൽ, നിൻ്റെ രൂപം മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിൻ്റെ രൂപത്തിന് സമാനമാണെങ്കിൽ, തീർച്ചയായും നീ ദൈവിക പദ്ധതിയാൽ ഈ ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിനക്ക് മരിക്കാൻ പറ്റില്ല. നിനക്ക് സ്വയം തീരുമാനമെടുത്ത് സ്വയം മരണത്തിലേക്ക് തള്ളിവിടുന്ന, മരണ സംസ്കാരത്തിലൂടെ കടന്നു പോകുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ നിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പാപങ്ങൾക്കും ഒന്നും അടിമയാകാൻ പറ്റില്ല. കാരണം നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നീ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്. നിനക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റും മരണത്തിലേക്ക് കടന്നു പോകാൻ? നിനക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റും നിൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ? നിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന മ്ലേച്ഛപ്രവൃത്തികളോ, നിൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന പാപങ്ങളോ, നിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന മദ്യപാനമോ മയക്കുമരുന്നോ, നിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലോ ഒന്നും നിനക്ക് സാധ്യമായ കാര്യമല്ല. കാരണം നീ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇനിയും കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് ജെറമിയ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് എന്താണ് ദൈവത്തിൻ്റെ നിന്നെക്കുറിച്ചുള്ള യഥാർത്ഥ പദ്ധതിയെന്ന്. ദൈവത്തിൻ്റെ നിന്നെക്കുറിച്ചുള്ള യഥാർത്ഥ പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവചനമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ട മകനെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ട മകളെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. ഇന്ന് നീ കടന്നു പോകുന്നത് കഷ്ടപ്പാടിൻ്റെ നടുവിലൂടെ ആയിരിക്കാം. ഇന്ന് നീ കടന്നു പോകുന്നത് രോഗത്തിൻ്റെ നടുവിലൂടെ ആയിരിക്കാം. ഇന്ന് നീ കടന്നു പോകുന്നത് വേദനകളുടെ നടുവിലൂടെ ആയിരിക്കാം. ഒരുപാട് മാനസിക ക്ലേശങ്ങൾ നിനക്കുണ്ട്, ഒരുപാട് ടെൻഷൻ നിൻ്റെ മനസ്സിലിപ്പോഴുണ്ട്, ആകുലതയുണ്ട്. പക്ഷേ അത് ദൈവിക പദ്ധതിയാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും. നിൻ്റെ നാശത്തിന് വേണ്ടി അല്ല ദൈവം അത് അനുവദിച്ചിരിക്കുന്നത്. അതിലൂടെ ഇല്ലാതായി തീരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ കർത്താവിൻ്റെ പദ്ധതി നിങ്ങൾക്ക് ശുഭമായ ഭാവിയും ക്ഷേമവും നൽകുന്ന പദ്ധതിയാണ്, പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൽ നിന്നും നീ പുറത്തു വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സങ്കടത്തിൽ നിന്ന് നീ പുറത്തു വരും. നീ പുറത്ത് വരിക തന്നെ ചെയ്യും. നിനക്ക് പുറത്ത് വരാതെ പറ്റില്ല. കാരണം നിനക്കൊരു ദൈവമുണ്ട്, പ്രത്യാശ നൽകുന്ന ദൈവം. ആ പദ്ധതി എവിടെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതിയാണ് നിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി. അതുകൊണ്ട് കരുതലോടെ ഇരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 1 തെസ്സലോനിക്ക 5:16, 17, 18 ഈ 3 വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളാണ് ദൈവം ഏറ്റവും പ്രധാനമായിട്ട് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക, സന്തോഷത്തോടു കൂടി ആയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിൻ്റെ ജീവിതത്തിൽ പൂവണിയും. അതുകൊണ്ട് ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് നീ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കുക. അതുകൊണ്ട് നിനക്ക് നശിക്കാൻ പറ്റില്ല, നിന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല. നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് മനസ്സിലാക്കി ഈ നിമിഷം നീ തീരുമാനമെടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിൻ്റെ ഭാവി ശുഭകരമായിട്ട് മാറും. നിൻ്റെ ഭാവി ശുഭകരമായി മാറും. ഇന്ന് നീ കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ വഴികൾ മാറി നീ സന്തോഷത്തോടെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയും, കർത്താവ് എനിക്ക് ചെയ്തു തന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസിച്ച് ഭാഗ്യവാനും ഭാഗ്യവതിയുമാകുവാൻ നിനക്ക് സാധിക്കും. ഇതാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന പദ്ധതി കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം.
ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ മനസ്സിലുള്ള എന്നെക്കുറിച്ചുള്ള പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തന്നില്ലെങ്കിലും കർത്താവേ, ആ പദ്ധതി ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനിപ്പോൾ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റം എനിക്ക് തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹപിതാവാം ദൈവം തിരുവോസ്തിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമിത്രിത്വകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശാൽ സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദൈവത്തെ സമീപിക്കാം. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ആ ദൈവിക പദ്ധതിയിൽ നമ്മുടെ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റും നമുക്കാവശ്യമായതിൻ്റെ ലിസ്റ്റും ഒക്കെ ഉണ്ട്. ഒരു നിമിഷം നല്ലവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, തന്നെ സ്നേഹിക്കുന്നവർക്കാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുക. ദൈവസ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് മറ്റേതെങ്കിലും വസ്തുക്കളോടോ വ്യക്തികളോടോ ഒക്കെ സ്നേഹമോ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ആ ഒന്നാം സ്ഥാനം നിൻ്റെ ഹൃദയത്തിൽ മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഈശോയോട് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം ഇരു കരങ്ങളും ഒന്ന് യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്കൊന്ന് ചേർന്ന് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ഈ നിമിഷം കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിലെ ഈശോ നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ സ്നേഹം ഈ ലോകത്തോട് വെളിപ്പെടുത്തിയത് യേശുവിലൂടെയാണ്. നമ്മളത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ തൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്ന തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ടാണ്. ആ ഏകജാതനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഒന്നിനെക്കുറിച്ച് വേദനിക്കേണ്ട, ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സങ്കടങ്ങളും വേദനകളുമൊക്കെ ഒരു നിമിഷം കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ പ്രതിയുള്ള സ്നേഹത്താൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ച ഈശോയുടെ കുരിശിലെ എല്ലാ പീഡകളോടും ചേർത്ത്, എല്ലാ വേദനകളോടും ചേർത്ത് നിൻ്റെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ അങ്ങയുടെ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലും തടസ്സങ്ങളിലൂടെയും കടന്നു പോകുന്ന, മുന്നോട്ട് എന്തെന്ന് ചിന്തിക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ജീവിതത്തിൽ ഈ നിമിഷം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിരാശയിൽ കഴിയുന്ന ഇനി മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവേ അങ്ങ് ശക്തമായി ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിൽ ഒരുപാട് പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നത്, വീണ്ടും വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലുള്ള എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. സമാധാനവും സന്തോഷവും നൽകണമേ. വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ കർത്താവേ, ഈ ദിവസങ്ങളിൽ തന്നെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ
സ്നേഹം കാണുവാൻ, അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങാണ് ദൈവമെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാനും നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് ഈ മക്കളുടെ മേലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എടുത്തു മാറ്റുന്നു. പരിപൂർണ സൗഖ്യവും വിടുതലും സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനങ്ങളെടുക്കാം. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കുവാൻ തീരുമാനമെടുക്കാം. തെറ്റായ വഴികളിലൂടെ ദൈവത്തെ അറിയാതെ, ദൈവത്തിന് ആവശ്യമായ ബഹുമാനവും സ്നേഹവും കൊടുക്കാതെ കടന്നുപോയ വഴികളെക്കുറിച്ച് ഓർത്ത് അനുതപിച്ച് കർത്താവിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ കാണുന്നുണ്ട് സക്കേവൂസ് ആ കുടുംബം രക്ഷപ്പെടുന്നത് ഈശോയുടെ വഴിയിലേക്ക് വരുന്നത് കൊണ്ടാണ്. അവൻ യേശുവിൻ്റെ വഴിയിലേക്ക് വന്നു. വഴിയിലേക്ക് വരിക മാത്രമല്ല, യേശുവിൻ്റെ ഹിതം മനസ്സിലാക്കി, യേശുവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കാൻ അയോഗ്യത മനസ്സിലാക്കി അവൻ തീരുമാനമെടുത്ത് മാറ്റം വരുത്തി. നല്ല തീരുമാനങ്ങളെടുക്ക്. ഇനി മേലിൽ ഞാൻ പാപത്തിലേക്ക് പോവില്ല, ഇനി മേലിൽ ഞാൻ അത്തരം പ്രവൃത്തികളിലേക്ക് പോവില്ല, ഇനി മേലിൽ ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യും, നല്ല വാക്കുകൾ സംസാരിക്കും. കർത്താവിന് മുമ്പിൽ തീരുമാനമെടുക്കട്ടെ. കർത്താവേ, ഇപ്പോൾ തീരുമാനമെടുക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവ് ഇവരുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ. ഈ പ്രോഗ്രാമിൽ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആരാധനയിൽ സംബന്ധിച്ച് കടന്നു പോകുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിയും കരുത്തും ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് ഒന്ന് ചേർന്ന് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ